ഞാനിപ്പോൾ കഴിഞ്ഞ 4-5 ആഴ്ച കൊണ്ട് നെവിൻ എന്ന് പറയുന്നൊരു പാവപ്പെട്ട പയ്യന് വേണ്ടി ഞാൻ എൻ്റെ പച്ചയായ ജീവിതവും അവൻ്റെ ജീവിതവും തമ്മിൽ കണക്റ്റഡായി. അപ്പോൾ അതുകൊണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പം എനിക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇത്രയും വമ്പൻ പാർട്ടിയോടൊപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നെവിന് വേണ്ടി ഫൈറ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുൻനിര ഒരു സെലിബ്രിറ്റികളും ഒന്നും നെവിന് വേണ്ടി പറയാനായി. കാരണം നെവിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അതൊരു നാണക്കേടായി പോകുമോ എന്നാണ്. കാരണം എനിക്ക് കുണ്ടനൊക്കെ വിളി കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ എന്തിനാ നെവിൻ്റെ വ്യക്തിപരമായ കാര്യം നമ്മൾ നോക്കുന്നത്? ആരുടെയും വ്യക്തിപരമായ നോക്കണ്ട. അതിലായാലും 100 ആയാലും അല്ലെ ആരും ആവട്ടെ, അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറേണ്ട ആവശ്യമില്ല. പക്ഷെ സൈബർ അറ്റാക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. മനസ്സിലായില്ല? എൻ്റെ അമ്മയെ വിളിക്കുന്നു, എൻ്റെ അച്ഛനെ വിളിക്കുന്നു, എൻ്റെ വീട്ടിൽ വിളിക്കുന്നു, ആരെയൊക്കെ വിളിക്കുന്നു. സാറേ കാലം തെളിയിച്ചോളും. പക്ഷെ ഞാൻ മത്സരത്തെയാണ് നോക്കുന്നത്. ഇന്ന് വരെ ആരെയും പറ്റിക്കാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, എന്നാൽ എല്ലാവരോടും കമ്പനി കൂടിക്കൊണ്ട്, ഏറ്റവും നല്ല ഗെയിം കൊടുത്തുകൊണ്ട്, എന്റർടൈൻമെന്റ് കൊടുത്തുകൊണ്ട്, അവൻ്റെ ആ കുരുത്തക്കേടുകളും കുട്ടിക്കളികളും ആക്കെ അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ. ഇന്ന് തന്നെ ഇനി 9 ദിവസമേ ഉള്ളൂ എന്ന് വെച്ചപ്പോൾ 9ന്റെ വട്ടത്തിന്റെ അകത്തുകൊണ്ട് തല കയറ്റുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ കുറെ ആൾക്കാർ അവന് ഞാൻ 9 ആണെന്ന് പറഞ്ഞ് വരുത്തിയെന്ന് വരാം. മനസ്സിലായില്ല? ഇത് നമ്മുടെ ആൾക്കാരിൽ കുറെ പേരെന്ന് പറയുന്നത് അവർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ഉള്ള കരി മുഴുവൻ വാരി എറിയും.